അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോണത്? ഇടുക്കി. ഓ നിങ്ങൾ വേറായിട്ടാണ്, അതാണ് ആ സെക്ടറിട്ട് പോണത്, ദൂരേക്ക് പോകണമെന്നുണ്ട്. ഇപ്പം സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങണത്. വേറെ ഒന്നല്ല, വെയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊന്ന് കൂളായിട്ട് പോകാമല്ലോ എന്ന് ഓർത്തു. എന്തായാലും നമ്മൾ രാത്രി കിടക്കണത് ഒരു 12 മണിക്കാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറി. എന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഡിന്നറാണ് കഴിക്കണത്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. ഇന്നിപ്പോൾ ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ്. അപ്പോൾ ബ്ലോക്കില്ലാത്ത വഴികൾ നോക്കിയിട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മളിതാ ഇനിയിപ്പോൾ നമുക്ക് ഹെയർ പിന്ന് കയറണം. അപ്പോൾ അതിന് മുമ്പായിട്ട് താഴെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷോപ്പാണ് ക്ലോസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലൈം ജ്യൂസും അതുപോലെ ഓംലെറ്റും ഒക്കെ കഴിച്ചിരുന്നു. എന്നിട്ടാണ് നമ്മളിനി ട്രാവൽ ചെയ്യാൻ പോണത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ഇടുക്കിയിൽ നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ താഴെയുള്ള നമ്മളുടെ റിസോർട്ടിലേക്കാണ്. അത്യാവശ്യം ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ദാ ഈ ഒരാൾ ത്രൂ ഔട്ട് ഛർദിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സ്ഥലത്ത് വണ്ടി നിർത്തി വാഷ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ നമ്മളുടെ റിസോർട്ടെത്തി. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഇപ്പോൾ സമയം ഒരു 11:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 5:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഇത്രയും സമയം എടുത്തു. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഈ സ്ഥലത്തും പടക്കവും ലൈറ്റും ഒക്കെ ഉണ്ട്. ന്യൂ ഇയർ ആവാറായി ഏകദേശം. അപ്പോൾ അവരിതാ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ കാറിലിരിക്കുകയാണ്. ഒരാളിവിടെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. അങ്ങനെ വക്കൻസ് എർത്ത് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മളിതാ 3rd ഫ്ലോറിലാണ്, അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ആദ്യം നല്ല ഉറക്കമായതുകൊണ്ട് നേരെ കൊണ്ട് കിടത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയതാണ്. വേറെ ഒന്നിനുമല്ല, എനിക്കൊരു റൂം ടൂർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇറങ്ങണോണ്ട് നമ്മൾ ഡോറ് തുറന്നു. പുറത്തുനിന്ന് ഞാൻ അടച്ചു. ഇടയ്ക്കൊക്കെ സംഭവിക്കണ പോലെ തന്നെ കാർഡ് അകത്ത് വെച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തു. ജസ്റ്റ് ഡോർ അടച്ചതാണ്, പക്ഷേ ലോക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും പുറത്തും ഉറങ്ങണ ആദം അകത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് താഴെ പോയി ആളോട് പറഞ്ഞു, അപ്പോൾ കീ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കൊച്ചെങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനി പേടിച്ച് കരയോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം 12 മണി ഇപ്പിയാവും. അപ്പോൾ ന്യൂ ഇയർ അങ്ങനെ ഫ്ലോപ്പ് ആവോ ഇല്ലേന്ന് ഓർത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾ കീയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ആൾ പറഞ്ഞു കീ കൊണ്ടുവന്നിട്ട് ആൾ തുറന്നൊക്കെ തന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് കയറി. പിന്നെ ഞാൻ എൻ്റേതായ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു, നമ്മൾ റൂം ടൂറും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നല്ലൊരു റൂമായിരുന്നു. അതുപോലെ ഈ ഒരു വിൻഡോ സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് ഗ്ലാസ്സാണ്. ഇതിൻ്റെ പുറത്തേക്ക് നല്ല കാപ്പിത്തോട്ടമാണ്. അതുപോലെ ഇതാണ് നമ്മളുടെ ബാൽക്കണി വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഒരു 3 സൈഡ് കാണാം. ഈ റിസോർട്ടിൻ്റെ ചുറ്റും ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇന്നെല്ലാവരും ഭയങ്കര ഓണാണ്. ന്യൂ ഇയർ ആയിട്ട് പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഫുള്ള് ഓണായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 12 മണി ആവാറായി.
അപ്പൊ ചിലപ്പോ ഇങ്ങനെ ആനയൊക്കെ വന്നിട്ടേ Happy New Year! അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.